ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോക്കത്തിൽ പറ്റിയാലുണ്ടല്ലോ പോയിക്കൊണ്ടുപോടാ എന്റെ മോളെ. അവന്തിക്ക് പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ദുബായിലേക്ക് പോയി. വൈകുന്നേരം അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകും. 1 മാസത്തെ ബിസിനസ് ടൂറാണ്. ഇന്നലെ സംസാരിച്ചപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നാളെ പോകാനായിരുന്നു ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എമർജൻസി ആയിട്ട് ഇന്ന് തന്നെ പോകേണ്ടി വന്നു. സാരമില്ല, എല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ അകത്തൊരു ശബ്ദം കേട്ടത്? ആരോ അലറുന്ന പോലെ. മിണ്ടിപ്പോരുത്. ഹേയ്, അതൊന്നുമില്ല. ഇവിടെ ഒരു ജോലിക്കാരിയുണ്ട്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. എന്തായാലും കണ്ട് പേടിച്ച് കാണും. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അവന്തിക തിരിച്ചു വരുന്നവരെ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്ന ഞാനാ. ആ വില്ലേജ് ഓഫീസറും സബ് രജിസ്ട്രാറും കൂടി പോറ്റി സാറിന്റെ വീട്ടിൽ ചെന്നിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാ അവരെ കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത്. വക്കീലൊരു കാര്യം ചെയ്, നേരെ ഓഫീസിലേക്ക് ചെല്ലേ. 1 മണിക്കൂർ കഴിയുമ്പോ ഞാൻ എത്തിയേക്കാം. ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി. എന്തു പറ്റി വക്കീലേ? അല്ല, ആ ശബ്ദം പിന്നെയും കേട്ട പോലെ. ഏയ്, ഞാൻ കേട്ടില്ലല്ലോ. വക്കീലിന് തോന്നിയതായിരിക്കും. വക്കീൽ ചെല്ലേ, ഞാനേ ഉടനെ അങ്ങ് എത്തിയേക്കാം. പോരെ? മര്യാദയ്ക്ക് ഒപ്പിടാനാ പറഞ്ഞത്. മൂർത്തി, ആ ഫയൽ എടുക്ക. എടി, കെട്ടടിക്ക്. നിക്കവിടെ. കൈയ്യട്ട്. ഓട്ടോ ചേട്ടാ, ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കാമോ?
അമ്മേ അമ്മ വെറുതെ കരഞ്ഞ് ബഹളം വെക്കരുത്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനോടാ? എല്ലാരും കൂടെ എന്റെ മോളെ കൊലക്ക് കൊടുത്തില്ലേ? എന്റെ മോളെ അമ്മേ അമ്മേ സേതുട്ടാ, സച്ചി, മോളെ ആതിരെ, ആരും ഇല്ല ഇവിടെ. ഈശ്വര, മോളെ എന്താണ് സംഭവിച്ചത്? അത് ചേച്ചി കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഈശ്വര, എനിക്ക് അമ്മേ, ഞങ്ങൾ എല്ലാവരും അവളെ തടയാൻ നോക്കി. പോകരുതെന്ന് അവളുടെ കാല് പിടിച്ചു പറഞ്ഞു. പക്ഷെ അവള് പോയി. നീ മിണ്ടി പോരുത്. അനുവേട്ടാ, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? എന്നിട്ടും അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ നീ നിന്ന് മോങ്ങുന്നോ? സേതുട്ടാ, നിങ്ങൾ എല്ലാവരും അപേക്ഷിച്ച് ഇവിടെ ഇറങ്ങി പോകാനും മാത്രം അവക്ക് എന്താ പറ്റിയത്? പറയടാ, എന്തിനാണ് എന്റെ മോൾ ഇവിടെ ഇറങ്ങി പോയത്? അമ്മേ അമ്മേ, കമലേ, നീ വിഷമിക്കരുത്. തൽക്കാലത്തെ ദേഷ്യത്തിന് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയെങ്കിലും അവൾ അങ്ങോട്ട് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അരുമേ, നീ മീരെ ഒന്ന് വിളിച്ചു നോക്ക്. അവളോട് എത്തിയെന്നെങ്കിലും അറിയല്ലോ. ഒന്ന് വേഗം വിളിക്കടാ. എന്റെ ഈശ്വര, വിഷമിക്കല്ലേ അമ്മ. ഹലോ ഏട്ടാ. മീരെ, അർച്ചനയും കുഞ്ഞും അവിടെ വന്നായിരുന്നോ? ഏ എന്താ? അർച്ചനയും കുഞ്ഞും അവിടെ വന്നോന്ന്? ഇല്ല, ഇവിടെ വന്നില്ല. എന്താ ഏട്ടാ ഉണ്ടായത്? അതൊക്കെ പിന്നെ പറയാം. അവളും കുഞ്ഞും വന്ന ഉടനെ നീ എന്നെ വിളിക്കണം. ആ, വിളിക്കാം. അതിനു മുൻപ് ഞാൻ അർച്ചനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ ശരി. എന്താടാ? അച്ഛൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. എന്റെ ഈശ്വര, ഞാൻ രണ്ടു തവണ വിളിച്ചു നോക്കിയതാ. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എനിക്ക് വയ്യ. അച്ഛാ, അങ്ങോട്ട് പോകാതെ പിന്നെ അവൾ എവിടെ പോവാനാ? അത് ഞങ്ങൾ എങ്ങനെ അറിയും? അവൾ ഇറങ്ങിപ്പോയത് ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? നിങ്ങളെല്ലാവരും കൂടി എന്താ തമാശ കളിക്കണം? അവൾ ഇവിടുന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് നേരെ എത്രയായി? ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അവക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ ആര് സമാധാനം പറയും? നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാ! എന്റെ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇത്രയും നേരമായി. ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഞങ്ങളെല്ലാം അവൾ ഇറങ്ങിപ്പോയതിന്റെ ഷോക്കിലായിരുന്നു. മോനെ, നീ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്ക്. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് മുമ്പ് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. അമ്മേ, അങ്ങനൊന്നും സംഭവിക്കില്ല. ഇതിന് മാത്രം എന്താണ് എന്റെ മോളോട് നീ ചെയ്തത്? അമ്മേ, അമ്മേ വിട്. ദേ, എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ഞാനിവിടെ തലയടിച്ച് ചാവും. അമ്മേ, നോക്കിക്കോ. അയ്യോ അമ്മേ, പോയി കൊണ്ടുപോടാ, പോയി കൊണ്ടുപോടാ എന്റെ മോളെ. അമ്മേ. എന്റെ ഈശ്വര.